ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് സർവീസ് വർക്കാണ്. അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. എൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിൽ തന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കമ്പനി ഫിൽറ്ററിൻ്റെ കിടക്കണേ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ സൈഡും നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളോ കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് എനിക്ക് തോന്നുന്നു ഒരിക്കൽ പൊട്ടിപ്പോയിട്ട് നമ്മൾ മാറ്റിയിട്ടാണ്. നമ്മുടെ അടുത്ത് ചെയ്തല്ല, പുറമെ ചെയ്താണ്. ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ കേട്ടോ. പക്ഷേ ഞാനത് നോക്കി, ബെൽറ്റിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് പരമാവധി തന്നെ കിടന്ന് ഓടട്ടെ, പിന്നീട് നമുക്ക് കംപ്ലയിൻറ്റ് വന്ന് മാറ്റുമ്പോൾ കമ്പനി ഒറിജിനൽ ഇടാം. പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ, ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. സൈഡിൽ ക്ലച്ചിൻ്റെ അകത്തുനിന്ന് ചെറുതായിട്ട് ഗ്രീസൊക്കെ ഔട്ടറിലേക്ക് അറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ജെർക്കിങ് ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ച് മാറ്റേണ്ട ഒരു ടൈമാണ്. അത്യാവശ്യം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. തീരെ മോശമാകാൻ നിൽക്കുന്നുണ്ടാവും, കൈയോടെ മാറ്റിക്കളെ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് കൈയോടെ നമുക്ക് മാറ്റിയിടണം. കാരണം നമുക്ക് എഞ്ചിനിൽ ആകെ കൂടി വന്നത് 600 മില്ലി ഓയിലാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഓരോ മില്ലി പോയാൽ പോലും നമുക്ക് നഷ്ടം തന്നെ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചിട്ടാണ്. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലൈനറിനകത്തുള്ള പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ആക്കും കേട്ടോ. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ്. കാരണം എന്താ വെച്ചാൽ ടയർ ക്രിസ് ക്രോസ് ടയറാണ് ഈ കിടക്കണേ. ശരിക്കും നമുക്ക് ഈ മോഡലൊന്നും ഇടാതിരിക്കണം നല്ലത് കേട്ടോ. നമുക്ക് എപ്പോഴും ഇപ്പോൾ MRFിലൊക്കെ ആണെങ്കിലും ഇത് മെഷ്ലിൻ, ഇത് ടയർ സിയേറ്റായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് അതിൻ്റെ ക്ലിയർ അല്ല കേട്ടോ ടയർ. ഈ മോഡൽ ടയർ നമുക്ക് യൂസ് ചെയ്യണേക്കാളും നല്ലത് നമുക്ക് ഒന്നാമത് MRFോ അതല്ലെങ്കിൽ അപ്പോളൊക്കെ ശരിക്കും നമുക്ക് എടുക്കുമ്പോൾ കമ്പനി പാറ്റേൺ ഇല്ല. നമ്മുടെ MRFിലൊക്കെ വന്ന സാപ്പർ മോഡൽ എന്ന് തന്നെ പറയാം. ആ പാറ്റേൺ യൂസ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ടയറിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. ഫ്രണ്ട് 12 ഇഞ്ചും ബാക്ക് 10 ഇഞ്ചുമാണ്. നമ്മുടെ പഴയ മോഡൽ ആക്റ്റീവൊക്കെ ആണെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. കാരണം അത് രണ്ടും ഒരേ സൈസാണ്. 10 ഇഞ്ച് തന്നെയാണ് ഫ്രണ്ടും ബാക്കും കിടക്കുക. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്തിടാൻ പറ്റും. ഇതൊക്കെ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ മാറ്റിയിടുമ്പോൾ നോക്കിയാൽ മതി. ഇതിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു റഫ്നെസ് ഫീൽ ചെയ്യണത് ഈ ടയറിൻ്റെയാണ്. തന്നെ ഈ സൈഡ് തേമാനം കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. അതിന് മാറ്റിയിടുമ്പോൾ MRFിലൊക്കെ എടുക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിലത്തെ ഫോർക്കൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ആക്ഷനൊക്കെ ഓക്കെയാണ്. കോൺസെപ്റ്റിൻ്റെ ഭാഗത്തും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. സൈഡ് ചെറിയൊരു നനവ് പോലെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. പരമാവധി നമുക്ക് യൂസ് ചെയ്യാം. ലീക്കേജ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. ഹെഡ് ലൈറ്റിനകത്ത് ഇവിടെ വെള്ളത്തിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ട്. വെള്ളം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. എവിടെ നിന്നോ ലീക്കായിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ സീല് പോയണമായിരിക്കുള്ളൂ. ശരിക്കും ഫൈബർ ഗ്ലാസ് ഒട്ടിച്ചാണത് ഒരു പശയാണ്. അപ്പോൾ ആ ഭാഗം എവിടെയെങ്കിലും ലീക്കേജ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈർപ്പടിക്കുക. വെള്ളത്തിൻ്റെ പ്രസൻസ് കൂടുതൽ വരുമ്പോൾ ഹെഡ്ലൈറ്റിന് ബൾബ് പൊട്ടി തെറിച്ച് പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇതിപ്പോൾ അതിനുള്ളത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നൈറ്റ് നല്ല ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വേപ്പറേഷൻ വന്നിട്ട് ഹെഡ്ലൈറ്റ് ബൾബ് പൊട്ടിപ്പോകും സാധാരണ കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ അഴിച്ച് ക്ലീനിങ് ഒന്നും പോസിബിൾ അല്ല, ചെയ്താലും ചുവാവില്ല. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആംറോണിൻ്റെ ബാറ്ററിയാണ്. 2022 വെച്ചാണ് ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.87 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.32 പോകാനുണ്ട്. അപ്പോൾ വോൾട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പരമാവധി ഓർഡർ 2022 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 3 വർഷം കംപ്ലീറ്റ് ആയി, 4ാം കൊല്ലമാണത് കേട്ടോ. മാക്സിമം ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിലവിൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് സെൻസർ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചാൽ കൈയോടെ ബാറ്ററി കളയുന്ന മാറ്റണേഴ്സൊക്കെ ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം. ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല. ഒരു 8.5 വോൾട്ടിൽ താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് 8 വോൾട്ടിലേക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും മാറ്റി കളയാം. ശരിക്കും ലോഡ് കൊടുക്കുമ്പോൾ 9 വോൾട്ടാണ് പറയണം കേട്ടോ. ഇത് 9.5 എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ വീക്കായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇപ്പോൾ ഏതാണ്ട് ആ ഒരു സ്റ്റേജിലാണ് ബാറ്ററി നിൽക്കണേ. ഇപ്പം നിലവിൽ ഒന്നും ചെയ്യണ്ട. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്നുള്ളൂ. കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 3 മണിയൊക്കെ ആവും തീരുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ വിളിച്ചോളാം. ഓക്കെ.